ഒരു കൂദാശ പ്രവർത്തിക്കുന്നത് സ്വീകരിക്കുന്ന കാർമ്മികന്റെ കൂദാശ കാർമ്മികന്റെയോ സ്വീകരിക്കുന്ന വ്യക്തിയുടെയോ നീതിയാലല്ല, പിന്നെയോ ദൈവത്തിന്റെ ശക്തിയാലാണ് ഒരു കൂദാശ പ്രവർത്തിക്കുന്നത്. അതിന് കാരണം കൂദാശകളെല്ലാം ദൈവം സ്ഥാപിച്ചതാണ്. കൂദാശകളിലൂടെയാണ് ദൈവം തൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രകടമാക്കുന്നത്. അതുകൊണ്ടാണ് 1116 ഖണ്ഡികയില് കൂദാശകളെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. കൂദാശകൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന, ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമായ കർത്താവിന്റെ ഭൗതിക ശരീരമാണ് സഭ. സഭയ്ക്കാണ് കൂദാശ നൽകിയിരിക്കുന്നത്. സഭയിലൂടെയാണ് കൂദാശയിലൂടെ വെളിപ്പെടുന്ന ദൈവ വരപ്രസാദം, ദൈവകൃപ എന്നതും സഭയിലൂടെയാണ് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതും. സഭയാണ് കൂദാശകളിലൂടെ കൂദാശ പരികർമ്മത്തിലൂടെ ദൈവ വരപ്രസാദം നമ്മളിലേക്ക് തരുന്നത്. കാരണം ഇതെല്ലാം ഈശോ സ്ഥാപിച്ചതാണ്. 7 കൂദാശകളും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വാക്കിലോ കർത്താവിന്റെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ കർത്താവിന്റെ രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ ആയ വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ് സഭയില് കൂദാശകളായി പരിണമിപ്പിക്കപ്പെട്ടത്. സഭയെ കർത്താവ് ഏൽപ്പിച്ചപ്പോൾ സഭയ്ക്ക് കർത്താവ് നൽകിയതാണ് കൂദാശകൾ. ഈ രക്ഷാകര പദ്ധതി, ഈ പെസഹ രഹസ്യം, ഈ സ്വർഗീയ ശക്തി പൂർത്തീകരിക്കപ്പെടാൻ തുടർന്നു കൊണ്ടുപോകാൻ ഓരോ കൂദാശകളിലും യേശുവിന്റെ ശക്തി പ്രവഹിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അപ്പോൾ അത്ര കണ്ട് നമുക്ക് കൂദാശകളെ ബലമതിക്കാൻ പറ്റും. കാരണം ഓരോ കൂദാശകളിലും പ്രവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. സ്വീകരണമാണ് ഒരു ദൈവ പൈതലിന്റെ അനുദിന ജീവിതത്തിന്റെ ആത്മീയതയുടെ അടിസ്ഥാനം. കാരണം കൂദാശകളിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുന്നത്, ക്രിസ്തുവിൽ നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിൽ പരിപോഷിപ്പിക്കപ്പെടുന്നത്. സാധാരണ ജീവിതം നോക്കിയാൽ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ് ജനനം? ക്രിസ്തുവിൽ ജനിക്കുന്നതാണ് മാമോദീസ. ആത്മീയ ജീവിതം ശോഷിച്ചു പോകാൻ അവൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നാ മതി. കാരണം ഇത് പരിപോഷണം നൽകുന്ന കൂദാശയാണ്. ഒരുവന്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന കൂദാശകളിൽ വരുന്നതാണ് വിശുദ്ധ കുർബാന, പിന്നെയോ തൈലാഭിഷേകം, റുഹാഭിഷേക പ്രാർത്ഥന, അതായത് സ്ഥൈര്യലേപനം, സ്ഥൈര്യം ചെയ്യുക, ഫലപ്പെടുത്തുക. ശരീരത്തിന് ഭക്ഷണം കൊണ്ട് ഫലം നൽകുന്നത് പോലെ, പാനീയം കൊണ്ട് ശക്തി നൽകുന്നത് പോലെ ഒരുവന്റെ ആത്മാവിന് ഫലവും പരിപോഷണവും നൽകുന്ന കൂദാശകളാണ് സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഈ 3 കൂദാശകളെ പ്രാരംഭ കൂദാശകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരുവന്റെ മനസ്സിന്റെ മുറിവുകള്, ആത്മാവിന്റെ മുറിവുകള്, ഇതിനൊക്കെ സൗഖ്യം നൽകുന്ന കൂദാശയാണ് കുമ്പസാരം. ഒരുവന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം നൽകുന്ന മറ്റൊരു കൂദാശയാണ് രോഗിലേപനം. രോഗിലേപനം മരിക്കുമ്പോൾ കൊടുക്കുന്നത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർക്കും സൗഖ്യത്തിന് വേണ്ടി നൽകുന്ന കൂദാശയാണ് രോഗിലേപനം. നമുക്ക് നിരന്തരം സ്വീകരിക്കാവുന്ന കൂദാശകളാണ് ഈ രോഗ സൗഖ്യത്തിന്റെ കൂദാശ. കുമ്പസാരവും രോഗിലേപനവും കൂടെ സ്വീകരിക്കാൻ പറ്റും. എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, എപ്പോഴൊക്കെ നമ്മൾ രോഗികളാണോ, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെ രോഗാവസ്ഥകളുടെ നടുവിൽ നമുക്ക് എപ്പോഴും നിരന്തരം സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകളാണ് രോഗിലേപനവും കുമ്പസാരവും. ഇതിലൂടെ എല്ലാം ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നുണ്ട്,
ദൈവത്തിന്റെ വരപ്രസാദം വർഷിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ സൗഖ്യവും വിടുതലും നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. ഇടത്തും അത്ഭുതകരമായ സൗഖ്യം, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗഖ്യങ്ങൾ സംഭവിക്കുന്നിടമാണ് കുംഭസാരവും രോഗിലേപനവും.